അങ്ങനെ ഹരിതേൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിസപ്ഷൻ്റെ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. പള്ളുരുത്തിയായിരുന്നു പരിപാടി. അങ്ങനെ ഒരുങ്ങി ഞങ്ങൾ നേരെ ഹാളിലോട്ട് പോയി. അവിടെ ചെന്ന് ഫസ്റ്റിലേക്ക് തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അത് കുടിച്ചുകൊള്ളത് പറയായിരുന്നു, നല്ല കട്ട മധുരമായിരുന്നു. ദെൻ ചെക്കനെയും പെണ്ണിനെയും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലത്തെ ഫ്ലോറിലോട്ട് പോയി. മുകളിൽ ഫോട്ടോ സെഷനും കാര്യങ്ങളും, താഴെ ഫുഡും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ആദ്യം അപ്പം സ്റ്റൂ ആണ് എടുത്തത്. അങ്ങനെ അപ്പം സ്റ്റൂ എടുത്ത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണിയും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ഫുഡും ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ദെൻ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. എന്നിട്ട് നേരെ മേലേക്ക് പോയി. അവിടെ ചെക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം കണ്ടിരുന്നു. ശ്യാം നല്ലൊരു ഡാൻസറാണ് കേട്ടോ, ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹരിതേനെയും ഭയങ്കര കംഫർട്ടബിൾ ആക്കിയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഹരിതയ്ക്ക് പൊതുവേ ഡാൻസ് കളിക്കാൻ ഒരു ഷൈ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ അതൊന്നും മൈൻഡാക്കാതെ നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് ശ്യാം ഹരിതനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ ഏകദേശം ഒരു ലാസ്റ്റത്തെ ഡാൻസ് പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.